യെസ്, പ്രതീക്ഷിച്ചതുപോലെ ഈ കേസിൽ ലഭിക്കാവുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായ ഏറ്റവും പ്രാധാന്യമുള്ള വിധി വരുന്നു. പ്രോസിക്യൂഷന് അനുകൂലമായി പ്രോസിക്യൂഷൻ്റെ എല്ലാ വാദങ്ങളും ശരിവെച്ചുകൊണ്ട് ചെന്താമരയ്ക്ക് തൂക്കുകയർ. ചെന്താമര ഇനി മുന്നോട്ട് പോയിക്കൂടാ, ജീവിച്ചിരുന്നുകൂടാ എന്ന വധശിക്ഷ കോടതി വിധിക്കുമ്പോൾ അത്ര കണ്ട് കൊടും ക്രൂരതയാണ് ഇയാൾ നടത്തിയത്. ഇനി തിരിച്ചുവരവിന് ഒരു വഴിയുമില്ല. ആ സാധ്യതകളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് സാധാരണ കോടതി വിധി ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പോൾ അതുമില്ല. 20+10 ഇങ്ങനെ 30 ലക്ഷം രൂപയാണ് ഇയാൾ അടയ്ക്കേണ്ടതെന്നാണ് മനസ്സിലാവുന്ന കോടതി വിധിയിൽ നിന്നും. അത് സുധാകരൻ്റെയും സജിതയുടെയും മക്കൾക്ക് നൽകേണ്ട സഹായമായി കൂടിയായിരിക്കാം കോടതി പറയുന്നതിൻ്റെ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഈ കേസിൽ ലഭിക്കാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ വിചാരണ കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ കേസ് കൃത്യമായി ഫ്രെയിം ചെയ്തിട്ടുണ്ട്, തെളിവുകളുണ്ട്. അത് അതേ രീതിയിൽ കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ചെന്താമര ഒരു കൊടും ക്രൂരനായിരുന്നു എന്ന കാര്യം നാട്ടുകാരും ആ കുടുംബവും പറയുന്നതല്ല, കോടതിക്ക് കൂടി ബോധ്യപ്പെടുന്നു. അതാണ് ഈ ഒരു ശിക്ഷ ഇങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ കാരണം. ആദ്യ കേസിലെ ഇരട്ട ജീവപര്യന്തമടക്കം കോടതി പരിഗണിച്ചു എന്നുകൂടി മനസ്സിലാക്കണം. ഇയാൾ കൊടും ക്രൂരനാണ് എന്ന വിലയിരുത്തലിലേക്ക് കോടതി എത്തുന്നതിന് കാരണം കൂടി അതുകൂടിയായി മാറിയിരിക്കുന്നു എന്ന് കരുതാം. വധശിക്ഷ വിധിക്കുന്നു. ചെന്താമര കോടതിയിൽ പ്രതികരിക്കുമോ? ഇതുവരെ കൂസലില്ലാതെ നിലകൊണ്ടിരുന്ന ചെന്താമര ഈ ശിക്ഷാവിധിയോട് എന്ത് പ്രതികരണം നടത്തും? മാധ്യമങ്ങളോട് മൈക്കിന് മുന്നിൽ എന്തെങ്കിലും പറയുമോ? അല്ലെങ്കിൽ എന്താണ് അവസാനമായി പറയാനുള്ളത് എന്ന ചോദ്യമുണ്ടാകുമ്പോൾ എന്താണ് ചെന്താമര കോടതിയോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന കാര്യം കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു കേരളം. എന്താണ് ചെന്താമര എന്ന കൊടും ക്രൂരന് ഇതുവരെയും ഒരു കുറ്റബോധവുമില്ല എന്ന തൻ്റെ തികഞ്ഞ ബോധ്യത്തിലാണ് താൻ കൊല നടത്തിയത് എന്ന് ഏറ്റുപറയുന്ന ചെന്താമര ഈ ശിക്ഷാവിധിയോട് എന്ത് നിലപാടെടുക്കുമെന്ന ചോദ്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കാര്യം കൂടിയാണ് നമ്മൾ അറിയാനിരിക്കുന്നത്. എന്താണ് ചെന്താമരയ്ക്ക് പറയാനുള്ളത് എന്ന കാര്യം കൂടിയുണ്ട്. അനുമോദ്, കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയായോ? ചെന്താമരയെ എപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരും? സജിത്ത്, കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ചെന്താമരയുടെ ഭാഗത്ത് നിന്നും ഈ വിധിയിൽ എന്ത് പ്രതികരണം കോടതിയിൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. ഇയാൾ ഇതുവരെ പ്രതികരിച്ചതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അപൂർവങ്ങളായിട്ടുള്ള കേസായി ഇത് പരിഗണിച്ച് കോടതി നൽകാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് നൽകി എന്നുള്ളതാണ്. അതായത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ച് പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് കൃത്യമായ ഒരു വിധിയിലേക്ക് ആ കോടതി എത്തുന്നു. അത് ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകാനുള്ള വിധിയായിട്ട് വന്നു. ഇയാൾ പ്രതികരിച്ചിട്ടില്ല ഈ ഒരു വിധിയോട് കോടതിക്കുള്ളിൽ നിന്ന് എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. വിധിയോട് അയാൾ പ്രതികരിച്ചിട്ടില്ല. എന്തായിരിക്കും ചെന്താമരയുടെ ഭാഗത്തുള്ള പ്രതികരണം എന്നുള്ളതാണ് അറിയാനുള്ളത്. മാധ്യമങ്ങളോട് അയാൾ പ്രതികരിക്കാനുള്ള സാധ്യത മുൻപൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ സമയത്ത് ഏറ്റവും വലിയ ശിക്ഷ, തന്റെ ജീവൻ എടുക്കാനുള്ള കോടതി വിധിയോട് ചെന്താമര എന്ത് പ്രതികരണം നടത്തുമെന്നുള്ളതും ഇനി അറിയാനുണ്ട്. ഒപ്പം തന്നെ ഇത് എല്ലാ തരത്തിലും അപൂർവങ്ങളായ ഒരു കേസാണെന്ന് കോടതി കണ്ടെത്തുന്നു. ഈ ഒരു കേസിന്റെ ചരിത്രം കോടതി പരിശോധിക്കുന്നു. മുൻപത്തെ കൊലപാതകം, അതിലേക്ക് നയിച്ച കാരണങ്ങൾ, അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ 2 കൊലപാതകങ്ങളെന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ഇതെല്ലാം ചെയിൻഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്, ഒന്നിന്റെ മറ്റൊന്നിന് തുടർച്ചയായിട്ടാണ് ഇത് സംഭവിച്ചത്. ആകസ്മികമായിട്ടുള്ള ഒന്നല്ല, ആസൂത്രിതമായിട്ടുള്ള ഒന്നാണെന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. കൃത്യമായ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും എല്ലാം ഈ ഒരു കൊലപാതകത്തിൽ ചെന്താമരയ്ക്ക് എതിരെയാണ് ഉള്ളത്. കൃത്യമായിട്ട് ഇയാൾ കൊല്ലണമെന്ന പദ്ധതിയിട്ടിരുന്നു. അതിന് ജാമ്യം വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇയാൾ ഇവിടേക്ക് എത്തുന്നു. തുടർന്ന് സമയം നോക്കി, തക്ക നേരം നോക്കി ഇയാൾ കൊല്ലുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം വന്നിരിക്കുന്നത് 20 ലക്ഷം ആണ് പിഴയായിട്ട് നൽകേണ്ടത്. അത് സുധാകരന്റെ മക്കളായ അഖിലയ്ക്കും അതുല്യയ്ക്കും നൽകണമെന്നാണ് കോടതി ഭാഗത്ത് വിധിന്യായം വന്നത്. അത് നൽകിയില്ലെങ്കിൽ 3 വർഷം കൂടി തടവ് അതിനും ലഭിക്കും. ഇതെല്ലാം ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെങ്കിലും വധശിക്ഷയ്ക്ക് മുകളിലാവില്ല ഇതൊന്നും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ശിക്ഷാവിധി നടപ്പാക്കുന്നതല്ല, ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ വിധിക്കുക എന്നതിലാണ് പ്രധാനമായിട്ടിരിക്കുന്നത്. സമൂഹത്തിന് ഒരു ബാധ്യതയാണ്, സമൂഹത്തിന് ഒരു പേടി സ്വപ്നമാണ്, ആ കുടുംബത്തിന് ഒരു പേടി സ്വപ്നമാണ് ഇയാളെന്നിരിക്കെ സ്വാഭാവികമായിട്ടും നമുക്കിനി അവരുടെ ഭാഗത്തുള്ള പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായിരിക്കും ഈ വിഷയത്തിൽ ഇനി പ്രോസിക്യൂഷനും മറ്റുള്ള ഡിവൈഎസ്പിയാണ്, ആലത്തൂർ ഡിവൈഎസ്പിയാണ് സംസാരിക്കുന്നത്. ഗുരുവായൂർ എസ്പിയാണ്, അദ്ദേഹമാണ് പ്രതികരിക്കുന്നത്.